കുടിശ്ശിക നൽകാത്തതിനാൽ മരുന്ന് വിതരണത്തിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങുന്നതായി റിപ്പോർട്ട്. 4 വർഷത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കുമെന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് അടുത്ത വർഷത്തെ മരുന്ന് വിതരണത്തിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. ടെൻഡർ തുറക്കുന്നതിന് മുൻപ് പിൻവലിക്കാമെന്ന വ്യവസ്ഥ പ്രകാരം പിന്മാറുകയാണെന്ന് കാണിച്ചാണ് കമ്പനികൾ നോട്ടീസ് നൽകിയത്. ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമത്തിന് വഴിവെക്കുന്ന സർക്കാർ നടപടികളുടെ തുടർച്ചയായാണ് മരുന്ന് വിതരണത്തിൽ നിന്ന് കമ്പനികളുടെ മുഖം തിരിക്കൽ. 2020 മുതലുള്ള 600 കോടിയോളം രൂപയുടെ കുടിശ്ശികയിൽ നിന്ന് 150 കോടി രൂപ മാത്രമാണ് ഇതുവരെ കമ്പനികൾക്ക് കൊടുത്തത്. 150 കോടി കൂടി മാർച്ച് 31 മുൻപ് നൽകാമെന്നും ശേഷിക്കുന്ന തുക വായ്പയെടുത്ത് നൽകാമെന്നും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് 187 കമ്പനികൾ ഫെബ്രുവരി 2ാം വാരം ടെൻഡർ സമർപ്പിച്ചത്. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തെ 3ാം പാദ മരുന്ന് വിതരണവും പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ടത്തിൽ 150 കോടി നൽകാനുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 2025 ശേഷം ഒരു ബില്ലും ട്രഷറിയിലേക്ക് നൽകേണ്ടതില്ല എന്ന നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസം വന്നതോടെ ഈ സാമ്പത്തിക വർഷം ഇനി കുടിശ്ശിക കിട്ടുമെന്ന ഉറപ്പ് കമ്പനികൾക്കില്ല.